അപ്പൊ അതിലൂടെ തന്നെ നമുക്കൊരു ഐ ഡി പാസ്വേഡ് സ്വന്തമാക്കിയിട്ട് നമ്മൾ ഇതിന് ഒന്നും ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ഇതില് എൻട്രി ചെയ്യുന്നതിന് നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് ഇതില് ഒരു വൺ ടൈം പർച്ചേസ് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് വരാമെന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇതിന് പ്രൊമോഷൻ നമുക്ക് ഈ ഒരു ഐ ഡി പാസ്വേഡ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് നമ്മുടെ വാട്സപ്പോ ഫേസ്ബുക്കോ വഴി നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ ലിങ്കിൽ അവർ ടച്ച് ചെയ്ത് നമ്മുടെ സ്റ്റോറാണ് അവിടെ ഓപ്പൺ ആകുന്നത്. അപ്പൊ ആ സ്റ്റോറിൽ കയറി ആര് പർച്ചേസ് ചെയ്താലും അതിന്റെ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് വഴി നമുക്ക് പ്രൊമോഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നമുക്കറിഞ്ഞൂടെ, ഫിസിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു വീട്ടിൽ ചെന്നതിന്റെ 1 to 1 ആയിട്ട് നമുക്ക് പ്ലാൻ കൊടുത്ത് നമുക്ക് അവരെ ഇതിലോട്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുവരാം. അത് പോരെങ്കിൽ നമുക്കറിയാം ഇതുപോലെയുള്ള POP സെന്ററുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫിസിക്കലായിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. ട്രേഡ് വിത്ത് ടെക്നോളജിയെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു ട്രഡീഷണൽ മേഖലയില് നമുക്കൊരു ഉൽപ്പന്നം നമുക്ക് നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാനുഫാക്ചറർ, C&F, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ ഒരു 7-8 കൈ പറഞ്ഞായിരിക്കും അവസാനം ഒരു റീറ്റെയിലറിൽ എത്തുന്നത്. അപ്പൊ അതിനുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപയുടെ സാധനം ഒരു സോപ്പിന് ഇപ്പോൾ ഒരു 10 രൂപയാണ് നമുക്ക് വിലയുള്ളതെങ്കിൽ നമുക്ക് ഇത്രയും പേരുടെ കൈ പറഞ്ഞു വരുമ്പോൾ അവരെല്ലാം അതിൻ്റെതായ പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഒരു റീറ്റെയിലറുടെ കയ്യിൽ വരുന്നത് അല്ലെ. അപ്പൊ ആ റീറ്റെയിലറുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള വില നമുക്ക് കൊടുത്ത് ആ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പൊ പക്ഷേ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ മാനുഫാക്ചറിൽ നിന്നും വെണ്ടർ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം വഴി കസ്റ്റമറിലെത്തും. അപ്പൊ കസ്റ്റമറിലെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല, അതിലൊരു ഡിസ്കൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഫിജിക്കാർട്ടിലാണെങ്കിൽ ഒരു മാനുഫാക്ചറിൽ നിന്നും ഒരു വെണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഫിജിക്കാർട്ട് വഴി കസ്റ്റമറിലേക്കോ പാർട്ണർ സ്റ്റോറിലോട്ടോ പോകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്.